കൊച്ചിയിലെ റോഡിൽ മുഴുവൻ കുണ്ടും കുഴിയുമാണ്. ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുക? അപ്പൊ ഇവിടെ കൊച്ചി, റോഡ്, മുഴുവൻ ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് ആക്കുന്നത് എങ്ങനെയാന്ന് നമുക്കറിയാം. കുണ്ടും കുഴിയും അതിനെങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കുക? അതിന് നമുക്കൊരു വേർഡ് ഉണ്ട്, പോട്ട് ഹോൾസ്. പോട്ട് ഹോൾസ്. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കുക? കൊച്ചിയിലെ റോഡിൽ മുഴുവൻ കുണ്ടും കുഴിയുമാണ്. അപ്പോ there are full of, കുണ്ടും കുഴി എന്ന് പറയുമ്പോൾ നമുക്കതിനെ പോട്ട് ഹോൾസ് എന്ന് പറയും. there are full of pot holes. മുഴുവൻ എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. there are full of pot holes. എവിടെയാ? in കൊച്ചി റോഡ്. in കൊച്ചി റോഡ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയാലോ. അത് വാഹനം ഓടിക്കുന്നവർക്ക് വലിയ ഭീഷണിയാണ്. അതായത് ഈ കുണ്ടും കുഴിയുള്ള റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് എന്താ? വലിയൊരു ഭീഷണിയാണ് അല്ലെ? അപ്പൊ അതെങ്ങനെയാ നമ്മൾ പറയാ? അപ്പൊ ഈ വാഹനം ഓടിക്കുന്നവർ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ദ പീപ്പിൾ ഹു ഡ്രൈവ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ പീപ്പിൾ ഹു ഡ്രൈവ് വെഹിക്കിൾസ്. അപ്പൊ അതിനെ നമുക്ക് ഒറ്റ ഇതാക്കി പറയാം. മോട്ടറിസ്റ്റ് എന്നൊരു വാക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യും. വാഹനം ഓടിക്കുന്നവർ എന്ന് പറയുമ്പോൾ മോട്ടറിസ്റ്റ് എന്ന് പറയും. അതായത് ഇപ്പൊ 2 വീലേഴ്സ് ആയിക്കോട്ടെ, 4 വീലേഴ്സ് ആയിക്കോട്ടെ, ഏത് വാഹനം ഓടിക്കുന്ന ആളുകളെ നമുക്ക് മോട്ടറിസ്റ്റ് എന്ന് പറയാം. അപ്പോ ഇറ്റ്സ് എ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ, അത് എന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ വലിയൊരു ഭീഷണിയാണെന്നല്ലേ. അപ്പൊ ബിഗ്, ഭീഷണിക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ത്രെറ്റ്. ത്രെറ്റ്. ഇറ്റ്സ് എ ബിഗ് ത്രെറ്റ്. ആർക്കാണ്? വാഹനം ഓടിക്കുന്നവർക്ക്. അതിന് നമ്മൾ പറഞ്ഞു മോട്ടറിസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇറ്റ്സ് എ ബിഗ് ത്രെറ്റ് ഫോർ മോട്ടറിസ്റ്റ്. അപ്പൊ നമുക്ക് അവിടെ പീപ്പിൾ ഹൂ ഡ്രൈവ് വെഹിക്കിൾസ് എന്നൊന്നും പറയണ്ട, ഫോർ മോട്ടറിസ്റ്റ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ 2 സെന്റൻസസ് നോക്കാം. കഴിഞ്ഞൊരു മാസമായി ഒരുപാട് ആക്സിഡൻസ് സംഭവിച്ചിട്ടുണ്ട് ഈ കുണ്ടും കുഴിയും കാരണം. അതെങ്ങനെ പറയും? മെനി ആക്സിഡൻസ് ഹാസ് ബീൻ occurred കഴിഞ്ഞൊരു മാസമായി. ഓവർ ദ പാസ്റ്റ് മന്ത്. ഓവർ ദ പാസ്റ്റ് മന്ത്. വെള്ളക്കെട്ട് ഒരു നിരന്തര പ്രശ്നമാണ് കൊച്ചിയിൽ. അപ്പൊ ഈ വെള്ളക്കെട്ട് എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? വാട്ടർ ലോഗിങ്. വാട്ടർ ലോഗിങ്. അപ്പൊ ആ സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരും? വാട്ടർ ലോഗിങ് ഈസ് എ നിരന്തരമായ ഒരു പ്രശ്നമാണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഇഷ്യൂ, അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഇഷ്യൂ ഇൻ കൊച്ചി. താങ്ക് യു.